നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 386th day. Today 76th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 386 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 76ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 76ാമത്തെ ശ്ലോകം. മനോദോഷജയൈശ്ചൈവ കഥായാം നിശ്ചലാമതി ഏവമാധികൃതം ചോത്സ്യ തഥാ വൈ ശ്രവണേ ഫലം. മനോദോഷജയൈശ്ചൈവ കഥായാം നിശ്ചലാമതി ഏവമാധികൃതം ചോത്സ്യ തഥാ വൈ ശ്രവണേ ഫലം. ഓം തത്സത്. മനസ്സിനെ ചലിപ്പിക്കുന്ന ദോഷങ്ങൾ, അതായത് മനോദോഷങ്ങൾ, കാമക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നിങ്ങനെയുള്ള കാമക്രോധാവൃത്തികളുടെ ജയം. കഥയിൽ മനസ്സ് ചലിക്കാതെ ദൃഢമായിട്ട് ആ കഥയെ തന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിശ്ചലമായ മനസ്സ്, ഇവയൊക്കെ തികഞ്ഞിരിക്കുന്നത് ശ്രവണത്തിന് ശരിയായ ഫലം നൽകും. കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ട് മനസ്സിനെ ചലിപ്പിക്കുന്നതും എങ്ങനെയാണ് ശ്രവിക്കേണ്ടതും എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുകയാണ്, മനസ്സിൻ്റെ ദോഷങ്ങളെയൊക്കെ ജയിച്ച് ദൃഢയോടുകൂടി നിശ്ചലമായ ഉറച്ച മനസ്സോടുകൂടിയിട്ട് കേൾക്കുന്നതും ഇതുവരെ പറഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞ എല്ലാം ചേർത്തിട്ടുള്ള അത് കഥാശ്രവണത്തിൻ്റെ ഫലത്തിൽ നമുക്ക് മാറ്റമുണ്ടാകും. അങ്ങനെ ഒരു ദൃഢമനസ്സോടുകൂടി തൻ്റെ ദുഷ്ടത്തരങ്ങൾ, തൻ്റെ പാപങ്ങൾ നശിക്കണം, തൻ്റെ ദോഷങ്ങൾ അകലണം, തനിക്ക് മുക്തി വേണം, ഈ പ്രേതരൂപം പോരാ, എനിക്കിതിൽ നിന്നും മുക്തി ലഭിക്കണം എന്നുള്ള അതിയായ ദൃഢ മനസ്സോടുകൂടി ആ ദുന്തുകാരി പാപിയാണെങ്കിലും അവൻ പശ്ചാത്തപിച്ച് അവൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഏത് നിമിഷം നമുക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നുവോ ആ നിമിഷം നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് ചേരുവാനുള്ള ദൃഢനിശ്ചയം എടുക്കും. അങ്ങനെയാണ് നമ്മൾ പാപികളായിട്ടുള്ളവരൊക്കെ ഒരു നിമിഷം കൊണ്ട് മോക്ഷം ലഭിച്ചു എന്ന് പറയുന്നത്, ഒരു നിമിഷം കൊണ്ട് മാറി എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ പാപം മനസ്സിലായി കഴിഞ്ഞാൽ അവർ ആ നിമിഷം തന്നെ ആ പാപത്തിൽ നിന്നും മാറുകയും സ്വയം നന്നാവാൻ തീരുമാനമെടുക്കുകയും ആ ഭഗവാന്റെ മുന്നിൽ സർവസ്വവും സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ സർവസ്വവും സമർപ്പിക്കുമ്പോൾ ആ ഭഗവാൻ നമ്മെ കരകയറ്റുകയും ചെയ്യും, നമുക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആ ദൃഢനിശ്ചയത്തെയാണ് ഇവിടെ നിശ്ചലാമതി എന്ന് പറയുന്നത്. മനസ്സ് നിശ്ചലമായി ദൃഢതയോട് കൂടിയിട്ട് എല്ലാ ദോഷങ്ങളെയും ജയിച്ച്, മനസ്സെന്ന് പറയുന്നതേ ദോഷങ്ങളുടെ കലവറയാണ്. അതുകൊണ്ട് തന്നെ കാമക്രാന്തി, ലോഭം, മോഹം, മഹതം, മത്സര്യം എന്നിങ്ങനെയുള്ള എല്ലാ മനോദോഷങ്ങളെയും ജയിച്ച് നിശ്ചലമായ മനസ്സോടുകൂടി ആരാണോ ആ കഥ കേൾക്കുന്നത് അവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് വിഷ്ണുദൂതന്മാർ ഗോകർണനോട്. ശ്ലോകം ഒരിക്കൽ കൂടി. മനോദോഷജയശ്ചൈവ കഥായാം നിശ്ചലാമതി ഏവമാധികൃതം ചോത്സ്യ തഥാ വൈ ശ്രവണേ ഫലം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ. ഓം തത്സത്.